ഭാഷയാണ് പറയുന്നത്. ഖുർആൻ അത് കലാമല്ല ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അത് അല്ലാഹു തആലാന്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല. കാരണം കലാമ് അല്ലാഹു തആലാന്റെ സിഫത്താണ്. അല്ലാഹു തആലാന്റെ സിഫത്തൊന്നും അത് സൃഷ്ടിയല്ലല്ലോ. ആ നിലക്ക് മഹാനവറുകൾ വാദിച്ചപ്പോൾ അതിനെതിരെ അന്നത്തെ ഭരണാധികാരികളെ സ്വാധീനിച്ചു. പുത്തൻവാദികൾ ഭരണാധികാരികളെ സ്വാധീനിച്ചു. അവസാനം മഹാനവറുകളെ ശിക്ഷിച്ചു. ആ ശിക്ഷ അത് കഠിനമായ ശിക്ഷയായിരുന്നു. ഒരിക്കൽ മൈമൂന ബിൻ ഇസ്ബായ് എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹം പറയുന്നു, ഞാൻ ബാഗ്ദാദിൽ ചെന്നപ്പോൾ ഭയങ്കരം ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്താണ് ഈ ശബ്ദമെന്ന്. അപ്പോൾ പറഞ്ഞത് അത് അഹമ്മദ് ബിൻ അംബൽ യുംതഹനു, അഹമ്മദ് ബിൻ അംബൽ റളിയല്ലാഹു അൻഹു പരീക്ഷിക്കപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തെ പരീക്ഷിക്കുന്ന, ശിക്ഷിക്കുന്ന ആ സ്ഥലത്തേക്ക് മഹാനവറുകൾ കടന്നു ചെന്നപ്പോൾ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ്. അതിലൊന്നാമത്തെ അടി വീണപ്പോൾ അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹു അൻഹു ബിസ്മില്ലാ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അടി വീണ്ടും പൊട്ടു. ആ അവസരത്തിൽ അദ്ദേഹം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ അടിയും വന്നു. ആ മൂന്നാമത്തെ അടി വന്നപ്പോൾ ഖുർആൻ അത് കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ് എന്ന് പറഞ്ഞു. തൻ്റെ ആ ആദർശം, താൻ ഉൾക്കൊള്ളുന്ന ആദർശം ഈ അടി കിട്ടിയപ്പോഴും അദ്ദേഹം അതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, നാലാമത്തെ അടി കിട്ടിയപ്പോൾ ലാ യുസീബുനാ ഇല്ലാ മാ ഖദ്ദറല്ലാഹു ലനാ, നമ്മെ അല്ലാഹു തആല എന്താണോ കണക്കാക്കിയത് അത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ള കണക്കാക്കിയ ശിക്ഷയൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും, സുഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് മാത്രമേ അല്ലാഹു തആലാന്റെ കണക്കനുസരിച്ചൊക്കെ നടക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ അവസരത്തിൽ അങ്ങനെ 29 അടിയാണ് മഹാനവറുകളെ അന്ന് അടിച്ചത്. ഈ അടികൾക്ക് ഇടയിൽ അദ്ദേഹം പെട്ടെന്ന് കൈ ഉയർത്തി, ഒരു ചരടിട്ടിട്ട് കൈ ഉയർത്തുന്നത് വേർക്കുന്നത് കണ്ടു. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മഹ്മൂദ് ബിൻ ഇസ്ബാഹ് എന്ന് പറയുന്ന ആ മഹാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അംബൽ റളിയല്ലാഹുവിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല, നിങ്ങളതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് കൈ ഇങ്ങനെ വേർക്കുന്നത് പോലെ ഇങ്ങനെ ചലിപ്പിക്കുന്നത് കണ്ടല്ലോ, എന്താണത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ അടികളൊക്കെ കിട്ടി അതിൽ എൻ്റെ ട്രൗസർ, അതായത് സറാവി, അടിവസ്ത്രം സറാവിയിലാണ്, അതിൽ എൻ്റെ സറാവിൻ്റെ ചരട് പൊട്ടി. ആ ചരട് ഒരു വസ്ത്രത്തിൻ്റെ കഷ്ണമായിരുന്നു. നമ്മൾ ചരട് ഉണ്ടാക്കുമല്ലോ തുണിയിലോ, അങ്ങനെ അത് ആ അവസരത്തിൽ അടി തട്ടിയിട്ട് അത് പൊട്ടിപ്പോയി. എൻ്റെ ഔറത്ത് ഏതാണ്ട് കാണുന്ന അവസ്ഥയിലേക്ക് വന്നു. ആ അവസരത്തിൽ ഞാൻ ആ വസ്ത്രം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പടച്ചവനെ, ഞാൻ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ഈ കാര്യം അത് സത്യമാണ് എങ്കിൽ പടച്ചവനെ എന്നെ നീ വഷളാക്കരുത്, എൻ്റെ ഔറത്തിനെ നീ വെളിവാക്കരുത് എന്ന് പറഞ്ഞു. ആ ദുആ ചെയ്തതിനോടുകൂടെ ആ വസ്ത്രം മേൽപോട്ട് ഉയർന്നു, പിന്നെ കീഴ്പോട്ട് ഇറങ്ങിയിട്ടില്ല. ഇതാണ് സംഭവം. ഞാൻ ആ സംഭവം പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, അങ്ങനെയാണ് കഴിഞ്ഞ കാല മഹാന്മാരായിരിക്കുന്ന ആളുകൾ. അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ ആദർശത്തിൻ്റെ അമാനത്ത് അവർ കാത്തു സൂക്ഷിക്കുന്നു. എല്ലാ കാലങ്ങളിലും ഇത് തന്നെയാണ്. സമത്വ ഉണ്ടായതും ഈ ആദർശത്തിൻ്റെ സൂക്ഷിപ്പിന് വേണ്ടിയാണ്, ഈ മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും സമത്വ രൂപീകരിച്ച അതിന് അത്തിവാരമിട്ട മഹാന്മാർക്കുണ്ടായിരുന്നില്ല. അല്ലാഹു തആല